നമസ്കാരം. ചെറിയ അസുഖങ്ങൾക്ക് പോലും ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കുന്നത് നമ്മുടെ പൊതുശീലമാണ്. ലോകമെങ്ങും ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അശാസ്ത്രീയമായ ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം കാരണം ആന്റി മൈക്രോബിയൽ റെസിസ്റ്റന്റ് എന്ന ഒരു അവസ്ഥയിലേക്ക് ഇത് നയിക്കുന്നു. ഈ അവസ്ഥ കാരണം കണക്കുകൾ അനുസരിച്ച് 2050 ആകുമ്പോഴേക്കും 1 കോടിയിൽ അധികം പേർ മരിക്കുമെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ വിലയിരുത്തൽ. തുടർച്ചയും അശാസ്ത്രീയവുമായ ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം കാരണം രോഗകാരികളായ അണുജീവികൾ മരുന്നുകളെ അതിജീവിക്കാൻ ശേഷി കൈവരിക്കുന്ന അപകടകരമായ ഒരു സ്ഥിതിവിശേഷമാണ് ഇത്. ലോകമെങ്ങും ഇതേക്കുറിച്ചുള്ള ബോധവൽക്കരണം കുറച്ച് വർഷങ്ങളായി നടക്കുന്നുണ്ട്. ഇതേ തുടർന്ന് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് വാരം ലോകാരോഗ്യ സംഘടന ആചരിച്ചു വരുന്നു. ഈ വർഷത്തെ പ്രമേയം ആക്ട് നൗ, പ്രൊട്ടക്ട് അവർ പ്രസന്റ്, സെക്യൂർ അവർ ഫ്യൂച്ചർ എന്നാണ്. യാതൊരുവിധ നിയന്ത്രണവുമില്ലാതെ ആന്റിബയോട്ടിക് മരുന്നുകളുടെ ഉപയോഗത്തിലൂടെ ആരോഗ്യവും ജീവനും സ്വയം അപകടത്തിലാക്കുന്ന ഈ വിചിത്ര വൈരുദ്ധ്യത്തെക്കുറിച്ച് നമ്മൾ ഓരോരുത്തരും വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടതും അത്യാവശ്യം മരുന്നുപയോഗം കർശനമായി നിയന്ത്രിക്കേണ്ടതും അത്യാവശ്യമാണ്. മരുന്നുകളെ അതിജീവിച്ച് രോഗാണുക്കൾ മനുഷ്യരെ കീഴ്പ്പെടുത്തുന്ന അതിഭീകരമായ അവസ്ഥാവിശേഷത്തിലേക്ക് നമ്മൾ തന്നെ വഴിയൊരുക്കരുത്. ആയതിനാൽ നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട ചില വസ്തുതകളിലേക്ക് ഏവരുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നു. വൈറസ് രോഗങ്ങൾക്ക് ആന്റിബയോട്ടിക് മരുന്നുകൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ആന്റിബയോട്ടിക്കുകൾ വൈറസുകളിൽ പ്രവർത്തിക്കില്ല. വൈറസ് രോഗങ്ങൾക്ക് ആന്റിവൈറൽ മരുന്നുകളാണ് ഉപയോഗിക്കേണ്ടത്. ആയതിനാൽ അസുഖം വരുമ്പോൾ ഉടനെ തന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ ഒരു മരുന്നും വാങ്ങി കഴിക്കരുത്. ആന്റിബയോട്ടിക്കുകൾ അനാവശ്യമായി കഴിക്കുന്നത് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിന് കാരണമായേക്കും. ആന്റിബയോട്ടിക്കുകളുടെ അമിതമായ കൃത്യതയില്ലാത്ത ഉപയോഗം മരുന്നുകൾക്കെതിരെ രോഗാണുക്കൾക്ക് പ്രതിരോധ ശക്തി നേടാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ നിലവിലുള്ള ചികിത്സ ഫലപ്രദമാകാതെ വരികയും ചെയ്യും. ആന്റിബയോട്ടിക്കുകളോട് പ്രതികരിക്കാത്ത അണുബാധകൾ ദീർഘകാല ആശുപത്രി വാസത്തിനും സാമ്പത്തിക നഷ്ടത്തിനും മരണത്തിനും വരെ കാരണമായേക്കാം. ബാക്ടീരിയകൾ ആന്റിബയോട്ടിക്കുകളെ ചെറുത്ത് തോൽപ്പിക്കും തോറും രോഗങ്ങളുടെ ചികിത്സ ദുഷ്കരവുമാകും. ഏതെങ്കിലും തരത്തിലുള്ള രോഗാണുബാധ ഉണ്ടെന്ന് നമുക്ക് സംശയമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറുടെ സേവനം തേടുക. എന്നാൽ ആന്റിബയോട്ടിക്കുകൾ ആവശ്യമില്ലെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചാൽ എന്താണെങ്കിലും ആന്റിബയോട്ടിക്കുകൾ വേണമെന്ന് വാശി പിടിക്കരുത്. ഡോക്ടറിന്റെ നിർദ്ദേശമോ കുറിപ്പടിയോ ഇല്ലാതെ ആന്റിബയോട്ടിക് മരുന്നുകൾ വാങ്ങിക്കുകയോ കഴിക്കുകയോ ചെയ്യാൻ പാടില്ല. ഡോക്ടർ നിർദ്ദേശിക്കുന്ന ആന്റിബയോട്ടിക് മരുന്നുകൾ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. നിർദ്ദേശിച്ച കാലയളവ് ചികിത്സ പൂർത്തീകരിക്കുകയും വേണം. ഡോക്ടർ നിർദ്ദേശിച്ച ആന്റിബയോട്ടിക്കുകൾ അളവിൽ കൂടുതലോ കുറവോ കഴിക്കാൻ പാടുള്ളതല്ല. ഒരുപക്ഷെ ചികിത്സ പൂർത്തിയായതിനു ശേഷവും മിച്ചം വരുന്ന ആന്റിബയോട്ടിക് മരുന്നുകൾ കുടുംബാംഗങ്ങൾക്കോ മറ്റുള്ളവർക്കോ കൊടുക്കുകയോ അതല്ലെങ്കിൽ മറ്റൊരു രോഗം വരുമ്പോൾ അത് ഉപയോഗിക്കാനോ പാടുള്ളതല്ല. മിച്ചം വരുന്ന ആന്റിബയോട്ടിക് മരുന്നുകൾ പൊതുസ്ഥലങ്ങളിലോ ജലാശയങ്ങളിലോ വലിച്ചെറിയുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യരുത്. ഓർക്കുക, പ്രതിരോധമാണ് ചികിത്സയേക്കാൾ അത്യുത്തമം. രോഗാണുബാധ തടയാനായി ദിവസവും കൈകൾ 40 മുതൽ 60 സെക്കൻഡ് വരെ സമയമെടുത്ത് സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകുക. ആഹാരം പാചകം ചെയ്യുന്നതിന് മുൻപും പിൻപും, ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷവും, മൃഗങ്ങളുടെ പരിപാലന ശേഷവും നിർബന്ധമായും കൈകൾ കഴുകുക. ഭക്ഷ്യ ശുചിത്വം നിർബന്ധമായും പാലിക്കുക. ആഹാരം പാചകം ചെയ്യുന്നതിന് മുൻപ് കൈകൾ വൃത്തിയായി കഴുകുക. പാചകശേഷം ആഹാരം അടച്ചു വെച്ച് മലിനമാവാതെ സൂക്ഷിക്കുക. കുടിക്കാനായി തിളപ്പിച്ചാറിയ ശുദ്ധജലം മാത്രം തിരഞ്ഞെടുക്കുക. കൃത്യമായ സമയത്ത് പ്രതിരോധ വാക്സിനുകൾ എടുത്തു എന്ന് ഉറപ്പിക്കുക. ഇത്രയും പ്രതിരോധ നടപടികൾ സ്വീകരിച്ചാൽ അക്ഷരാർത്ഥത്തിൽ നമുക്ക് നമ്മുടെ ജീവൻ രക്ഷിക്കാൻ ഉതകുന്ന ഒരു മാർഗമായി അത് മാറാവുന്നതാണ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ആന്റിബയോട്ടിക്കുകളുടെ ഉചിതമായ ഉപയോഗത്തെക്കുറിച്ചും ആന്റിബയോട്ടിക്കുകളുടെ പ്രതിരോധ ശേഷി തടയുന്നതിനെക്കുറിച്ചും ഉള്ള ബോധം, അത് മനസ്സിലാക്കുക, അത് വിലയിരുത്തുക, പ്രായോഗിക ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാനും ചെയ്യുന്ന പൊതുജനങ്ങളുടെ പ്രാഗൽഭ്യത്തെയാണ്
ആന്റിബയോട്ടിക് സാക്ഷരത എന്ന വാക്കുകൊണ്ട് അർത്ഥം വയ്ക്കുന്നത്. കേരളം പോലെയുള്ള ഈ കൊച്ചു സംസ്ഥാനം ആന്റിബയോട്ടിക് സാക്ഷരത കൈവരിക്കുന്നതിൽ കാണിക്കുന്ന ജാഗ്രത പ്രതീക്ഷയുടെ രജതരേഖയാണ്. നമുക്കേവർക്കും ആന്റിബയോട്ടിക് സാക്ഷരത കൈവരിക്കാം. അതുമാത്രമല്ല, മാനവരാശിയെ തകർത്തുന്ന ഈ ഭീഷണിക്കെതിരെ നമുക്കേവർക്കും ഒരുമിച്ച് കൈകോർക്കാം. അതിനായി ഇപ്പോൾ തന്നെ പ്രവർത്തിക്കുക. നമ്മുടെ വർത്തമാനകാലം സംരക്ഷിക്കുക. നമ്മുടെ ഭാവി സുരക്ഷിതമാക്കുക. ഏവർക്കും ആരോഗ്യപൂർണമായ വരും നാളുകൾ ആശംസിക്കുന്നു. നമസ്കാരം.